ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ന് നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ ഈ പ്ലേലിസ്റ്റിലുണ്ട്. അവ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വെൽക്കം ടു അവർ ചാനൽസ്. ഫ്രീ ട്രേഡിംഗ് കോഴ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഫീസ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇന്ത്യയിൽ ട്രേഡിംഗ് നിരോധിച്ചിട്ടില്ല. പക്ഷേ ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കിയവരുടെ എണ്ണം വളരെ കുറവാണ്. എന്നിട്ടും ട്രേഡിംഗ് ഇത്രയധികം പ്രൊമോട്ട് ചെയ്യപ്പെടാൻ കാരണം എന്താണ്? 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി ട്രേഡിംഗ് എന്ന വൻ തട്ടിക്കൂട്ട് ബിസിനസ്. ട്രേഡിംഗ് ചെയ്ത് കാശുണ്ടാക്കുന്നവർ കുറവാണെങ്കിലും ട്രേഡിംഗ് ചെയ്യിപ്പിച്ച് കാശുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനെ ട്രേഡിംഗ് കോഴ്സ്, ട്രേഡിംഗ് സോഫ്റ്റ്വെയർ, ട്രേഡിംഗ് ടിപ്സ്, ട്രേഡിംഗ് സിഗ്നൽസ് തുടങ്ങിയവ അവർ നിങ്ങൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ചില ട്രേഡിംഗ് കോഴ്സുകൾ ഫ്രീ അല്ലേ എന്ന്. അവിടെയാണ് ശരിക്കുള്ള ബിസിനസ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ ട്രേഡിംഗ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമായിട്ട് വരും. അതിനായി നിങ്ങളെ കൊണ്ട് അവരൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കും. ഈ അക്കൗണ്ട് ഏത് ബ്രോക്കറുടേതായാലും നിങ്ങൾ ബ്രോക്കറേജ് കൊടുക്കണം. ഈവൻ ഡിസ്കൗണ്ട് ബ്രോക്കർ ആയാൽ പോലും ട്രേഡിങ്ങിന് ബ്രോക്കറേജ് വരുന്നുണ്ട്. അത് ഇന്ത്യയിൽ ഇൻട്രാഡേക്ക് ആവറേജ് 15 രൂപയും F&Oക്ക് ആവറേജ് 50 രൂപയാണ് ചാർജ് വരുന്നത്. ഇതിന്റെ 50% മുതൽ 70% വരെ നിങ്ങൾക്ക് ഫ്രീ ആയി ട്രേഡിംഗ് പഠിപ്പിച്ചു തരുന്നവർക്കാണ് കിട്ടുന്നത്. അത് നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡിനും കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങളെ ട്രേഡിംഗ് പഠിപ്പിക്കാൻ ഒരുപാട് പേരുള്ളതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് പോകാം. നമ്മളിൽ ഭൂരിഭാഗം പേരും പെട്ടെന്ന് പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനാൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ പൈസക്ക് ലോട്ടറി എടുക്കുന്നവരുള്ളത്. ലോട്ടറി വില 50 രൂപയിൽ താഴെയാണെന്ന് കരുതി അതിനത്ര നിസ്സാരമായി കാണണ്ട. നമ്മുടെ കേരളത്തിലെ 3 കോടി ജനങ്ങൾക്കിടയിൽ ഏകദേശം ഒരു ദിവസം 90 ലക്ഷം ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ട്. അത് ഏകദേശം 36 കോടി രൂപ വരും. ഇങ്ങനെ എല്ലാ ദിവസവും ടിക്കറ്റ് എടുക്കുന്നവർ ഒരു മാസം ഏകദേശം 1000 രൂപ ഇങ്ങനെ വെറുതെ കളയുന്നുണ്ട്. ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ ഈ 1000 തന്നെ ധാരാളമാണ്. ഇനി നിങ്ങൾ സ്റ്റോക്സ് വാങ്ങിക്കുകയായിരുന്നെങ്കിൽ 3 വർഷം മുമ്പ് 1000 രൂപക്ക് 3 ടാറ്റ മോട്ടോഴ്സ് ഷെയർ കിട്ടുമായിരുന്നു. ഇന്ന് ആ സ്റ്റോക്കിന്റെ വില 680 രൂപയാണ്. അതായത് ഇന്ന് 1000 2000-ന് മുകളിലായിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ആവറേജ് പെർഫോം ചെയ്യുന്ന എല്ലാ സ്റ്റോക്സിനും ഈ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, കൂടുതൽ റിസ്ക് എടുത്ത് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ച് നഷ്ടം വരുത്തി വെക്കുന്ന 90% ആളുകളുടെ കൂടെ കൂടണോ, റിസ്ക് സാധ്യത പരമാവധി കുറച്ച് ലാഭം ഉണ്ടാക്കുന്നവരുടെ കൂടെ കൂടി ഒരു നല്ല ഇൻവെസ്റ്റർ ആവണം? നിങ്ങളുടെ തീരുമാനം എന്തായാലും അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ ട്രേഡിംഗ് ക്ഷണിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്, കാണാൻ മറക്കാതിരിക്കുക. എൻ്റെ പേര് മുഹമ്മദ് റാഫി, സൈനിങ് ഓഫ്.